ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൺ ലേണിംഗ്. മക്കളെ, നിങ്ങളുടെ ഹിന്ദി എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യം വരുന്ന ഒരു ചാപ്റ്ററാണ് മേരേ ലാൽ. മേരേ ലാൽ എന്ന് പറയുന്നത് ഒരു പദമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ പങ്ക്തിയാം അതിൻ്റെ സ്റ്റാൻസ് ഒന്നും വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല. പക്ഷെ അതിൻ്റെ ആശയം എന്താണ് എന്ന് മനസ്സിലാക്കി വെച്ച് ആശയം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ആശയം എഴുതാൻ ചോദിച്ചേക്കാം. അതല്ലെങ്കിൽ ഒരു പക്ഷേ സഹി മിലാൻ എന്ന് പറഞ്ഞുകൊണ്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിക്കാം. അതുകൂടാതെ കോൺവെർസേഷൻ ചോദിക്കാം. അപ്പോൾ ഇതിലെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ തന്നെയാണിത്, വളരെ ഇമ്പോർട്ടൻറ്റുമാണ് എക്സാമിന്. അപ്പോൾ നമുക്ക് ഈ ഭാഗം ഒന്ന് നോക്കാം. എന്താണ് നമ്മുടെ ഈ ഫസ്റ്റിലെ പതിൽ പറയുന്നത്? ആദ്യത്തെ പദ് തന്നെ അമ്മ യശോദ അല്ലേ, യശോദ കുഞ്ഞു കൃഷ്ണനെ നോക്കിയിട്ട് കൃഷ്ണൻ ചിരിക്കുന്ന സമയത്ത് ആ ചെറിയ പല്ലുകൾ കാണുന്നു. അപ്പോൾ ആ പല്ലുകൾ നോക്കിയിട്ട് സന്തോഷിക്കുകയാണ്. തൻ്റെ മകൻ്റെ പല്ല് കാണിച്ചിട്ട് നന്ദഗോപരെയും വിളിച്ച് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇവിടെ പഠിക്കാൻ തന്നിട്ടുള്ളത് ആരാണ്? സൂർദാസ് എഴുതിയ പദമാണ് ഇപ്പം നിങ്ങൾ പഠിക്കുന്ന മേരേ ലാൽ എന്ന पद। अब बाल लीला से संबंधित पहले पद की आस्वादन टिप्पणी तैयार करे. അപ്പോൾ നിങ്ങളോട് ടിപ്പണി എഴുതുവാനായിരിക്കും ചോദിക്കുന്നത്, അതല്ലെങ്കിൽ കോൺവെർസേഷനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. अपने बेटे का मुख देखकर माता यशोदा बहुत खुश हुई, बहुत हर्ष के साथ अपने बेटे के दूध की दांत को देखकर लाड प्यार में मग्न यशोदा का होश खो गया है. അപ്പോൾ അപ്പിനെ ബേട്ടെ കാ മുഖ് ദേക്കർ, തൻ്റെ മകൻ്റെ മുഖം നോക്കിയിട്ട് യശോദ സന്തോഷിക്കുകയാണ്, മകൻ്റെ ആ ചിരി കണ്ടിട്ട്. അതിനോടൊപ്പം ബേട്ടേക്ക് ദൂത് കി ദാന്ത് എന്ന് വെച്ചാൽ മകൻ്റെ ആ പാൽ പല്ലുകൾ നോക്കിയിട്ട് അവർ ആ ഒരു പ്യാർ, അവരുടെ മകനോടുള്ള ആ ഓമനത്വവും സ്നേഹവും ഒക്കെ ആസ്വദിക്കുന്നു. അതിൽ മുഴുകിയ യശോദ ഹോഷ് ഖോ ഗയ. ഹോഷ് ഖോ ഗയ എന്ന് പറഞ്ഞാൽ ആ ഒരു ചുറ്റുപാടിനെ വരെ അവർ മറന്ന് അതിലങ്ങനെ മുഴുകിപ്പോയി ആ സന്തോഷത്തിൽ. വഹു ബാഹർ സേ അല്ലേ, അവർ ബാഹർ പുറത്ത് നിന്ന് അപ്പിനെ പതിദേവ് നന്ദ് കോ ബുലാക്കർ, തൻ്റെ പതിദേവ് എന്ന് പറയുന്നത് ആരെയാണ്? ഭർത്താവിനെയാണ്. നന്ദ് കോ ബുലാക്കർ, നന്ദഗോപരെ വിളിച്ചുകൊണ്ട് പുത്ര കാ സുന്ദർ രൂപ് ദേഖ്നെ കോ കഹത്തി ഹേ, മകൻ്റെ ആ സുന്ദരമായ ചിരിയും അവൻ്റെ രൂപവും ഒക്കെ നോക്കുവാൻ പറയുന്നു. പുത്രക്കെ ചോട്ടെ ചോട്ടെ ദാന്ത് കോ ദേഖ്കർ അല്ലെ, മകൻ്റെ ആ ചെറിയ ചെറിയ പല്ലുകൾ നോക്കിയിട്ട് ഉസ്കി ആക്കേ സഫൽ ഹോത്തി ഹേ അല്ലെ, അവരുടെ കണ്ണുകളൊക്കെ എന്തായി? സഫലമായിരിക്കുന്നു. ഉൻകെ മുഖ് ഓർ ദൃഷ്ടി ഖുഷി സെ ഭർ ഗയി. അപ്പോൾ അവരുടെ മുഖത്ത് എന്ത് കാണാം? ആ പ്രസന്നത കാണാം. ദൃഷ്ടി, അവരുടെ കണ്ണുകൾ, ആ പല്ലുകൾ കണ്ട് എന്തായിരിക്കുന്നു എന്നാ പറയുന്നത്? ആ പല്ലുകൾ കണ്ടപ്പോൾ നന്ദഗോപരും യശോദയുടെയും കാഴ്ചയില്ലേ, ദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? കാഴ്ച, കണ്ണുകൾക്ക് ഖുഷി സെ ഭർ ഗയി, കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. സൂർദാസ് कहते हैं कि खिलकारी करने वाले कृष्ण के दांतों को देखकर ऐसा लगता है, खिलकारी അല്ലേ, സന്തോഷം നൽകുന്ന കൃഷ്ണൻ്റെ പല്ലുകൾ കണ്ടിട്ട് ऐसा लगता है, ഇതുപോലെ തോന്നുന്നു. മാനോ കമൽ പർ ബിജ്ലി ജം ഗയി ഹോ, തിളങ്ങുന്ന. അപ്പോൾ കൃഷ്ണൻ്റെ ചെറിയ പല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ഭംഗിയാർന്ന തിളങ്ങുന്ന പല്ല് കണ്ടിട്ട് ഏതുപോലെയാണ് തോന്നുന്നത്? കമൽ പർ ബിജ്ലി ജം ഗയി ഹോ, വിരിഞ്ഞിരിക്കുന്ന താമരയിലേക്ക് മിന്നൽ പിളരുകൾ വന്നിറങ്ങുന്നത് പോലെയാണ് ആ പല്ലുകൾ കാണാനെന്ന്. അപ്പോൾ ഇവിടെ പല്ലിനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായോ? എങ്ങനെയാണ്? ഒരു താമരയിലേക്ക് അല്ലേ, കമൽ പർ ബിജ്ലി ജം ഗയി ഹോ. അപ്പോൾ ഈ അർത്ഥം മനസ്സിലായില്ലേ, ഈ ആദ്യത്തെ വരികളുടെ അർത്ഥം? ഇനി നമ്മളോട് ചോദിക്കുന്നത് രണ്ടാമതായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള പദിൻ്റെ കോൺവെർസേഷൻ. അതിലെന്താണ് പ്രത്യേകമായിട്ട് പറയുന്നത്? കൃഷ്ണൻ്റെ മുരളീനാദം കേട്ടിട്ട് തങ്ങളുടെ ജോലികളൊക്കെ ഇട്ടെറിഞ്ഞ് കുലമര്യാദകളെക്കുറിച്ചും മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്നോ പറയുമെന്നോ എന്നൊന്നും ചിന്തിക്കാതെ ആ മുരളീ ഗാനത്തിന് പുറകെ കൃഷ്ണനെയും തേടിപ്പോയിരിക്കുന്ന ആര്? ഗോപികമാർ. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മുടെ പദ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ പോകുന്ന ആ ഗോപികമാർക്കിടയിലുള്ള സംവാദ് അല്ലെങ്കിൽ വാർത്താലാപാണ് നമ്മളോട് ബാത്ചിത്താണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ പെഹലി ഗോപിക, ആദ്യത്തെ ഗോപിക പറയുന്നു, ഹൈരി ക്യാ തൂനെ കൃഷ്ണ കി മുരളി സുനി.
അല്ലേ, നീ കൃഷ്ണന്റെ മുരളി കേട്ടോ? ദൂസരി ഗോപിക ഹാ ഹാ കബ് സെ സുൻ രഹി ഹൂം, എത്ര നേരമായി കേട്ടോണ്ടിരിക്കുന്നു. കിത്ന മധുർ ഹേ യേ ധുൻ, അല്ലേ, ധുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ട്യൂണില്ലേ, എന്തൊരു ഭംഗിയുള്ളത്, എത്ര മാധുര്യമേറിയ എന്താണ് ആ മുരളി ഗാനം. അപ്പോൾ പെഹലി ഗോപിക വീണ്ടും ടീക് ഹേ മൻ കോ മോഹിത് കർ ലേത്തി ഹേ വഹ് ആവാസ്, അല്ലേ, മനസ്സിനെ എന്താണ് മോഹിപ്പിക്കുന്നതാണ് ആ ശബ്ദം. ദൂസരി ഗോപിക ഉസ്സെ മിൽനെ കെ ലിയെ തരസ് രഹി ഹേ, തരസ്സിന തുടിക്കുക, അല്ലെ, അദ്ദേഹത്തെ കാണാനായിട്ട് എന്താകുന്നു, മനസ്സ് തുടിക്കുന്നു കൃഷ്ണനെ കാണാൻ. പെഹലി ഗോപിക तो चल हम अभी जाएंगे, നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ പോകാം. ദൂസരി ഗോപിക അരെ കേസേ ജായെങ്കെ ഹം, നമ്മൾ എങ്ങനെ പോകും? घर में माजी है, വീട്ടിൽ അമ്മയില്ലേ? ഉൻസെ കഹേ ബിന ഹം നഹി ജായെങ്കെ, അപ്പൊ അവരുടെ ഒരു അവസ്ഥയെ കുറിച്ച് പറയാം. അമ്മ ഉണ്ട് വീട്ടിൽ, അമ്മയോട് പറയാതെ നമ്മൾ എങ്ങനെ പോകും? പെഹലി ഗോപിക पर मैं अपने को रोक नहीं पा रही हूँ, എനിക്ക് എന്നെ രോക്ന എന്ന് പറഞ്ഞാൽ എന്താ? തടയുക. എനിക്ക് എന്നെ എന്താക്കാൻ പറ്റില്ല? തടയാൻ സാധിക്കില്ല. ഉൻസെ മിലെ ബിന കേസേ ജായെങ്കെ ഹം, അല്ലെ, അദ്ദേഹത്തെ ഒന്ന് കാണാൻ, അവനെ കാണാതെ നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? ദൂസരി ഗോപിക ടീക് ഹേ ടീക് ഹേ तो हमें कुछ न कुछ झूठ बोलना पड़ेगा, അങ്ങനെയെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കള്ളം പറയേണ്ടതായിട്ട് വരും. പെഹലി ഗോപിക അച്ഛാ തോ ഹം ചൽത്തേ ഹേ, അങ്ങനെയെങ്കിൽ നമുക്ക് പോകാം എന്ന് ആര് ചോദിക്കുന്നു? പെഹലി ഗോപിക, ആദ്യത്തെ ഗോപിക. ദൂസരി ഗോപിക ജൽദി ചൽ പെഹലെ ഹം കാളിന്തി തടുപ്പർ ജായെങ്കെ, അപ്പൊ എവിടുന്നാണ് ഈ സ്വരം കേൾക്കുന്നത് എന്നറിയില്ല, പക്ഷേ ആ സ്വരത്തിന് പുറകെ പോയിട്ട് കൃഷ്ണനെ തേടി പോകുകയാണ്. ഈ രണ്ട് ചോദ്യമാണ് മേരെ ലാൽ എന്ന ചാപ്റ്ററിൽ നമുക്ക് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കോൺവെർസേഷൻ നമ്മൾ നോക്കി, കവിതയുടെ പദിൻ്റെ ടിപ്പണിയും നമ്മൾ നോക്കിയിരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ചോദ്യവുമായിട്ട്, എങ്കിൽ ഇതിൽ കൂടുതൽ ചോദ്യവുമായിട്ട് നമുക്ക് ലൈവിൽ കാണാം. അതുവരേക്കും ബൈ.